ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പാർട്ട് 2 ആട്ടോ ഇത്. പത്തരമാറ്റിൻ്റെ മുത്തശ്ശൻ വീട്ടിൽ നിന്ന് മുത്തശ്ശിയെ വെയിറ്റ് ചെയ്തിരിക്കുക. നയനെ കണ്ടിട്ട് വരുന്നരുത്. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശന് വിവരങ്ങൾ അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം. മുത്തശ്ശൻ ചോദിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം മുത്തശ്ശി എല്ലാ വിവരങ്ങളും മുത്തശ്ശനോട് പറയുക കേട്ടോ. ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ കൊതിയാകുന്നെന്നൊക്കെയാണ് മോള് പറഞ്ഞത്. അതാണിപ്പോൾ മോളുടെ വിഷമം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നിറകണ്ണുകളോടെ മുത്തശ്ശിയെ നോക്കുവാണ്. അങ്ങനെ മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഒരു അവസരം അത് ഒരുക്കണ്ടേടോ എന്ന് ചോദിച്ചു. അപ്പോൾ മോളോട് എല്ലാം തുറന്നു പറയാമെന്നാണോ പറയുന്നത്? തുറന്നു പറയൊന്നും വേണ്ട. അതെ, നാളെ രാവിലെ ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ മോളോട് വരാൻ പറയാനായിട്ട് മുത്തശ്ശൻ പറയാം മുത്തശ്ശിയോട്. വന്നാൽ ഇദ്ദേഹം മോളോട് എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശൻ സംസാരിക്കത്തൊന്നുമില്ല, എനിക്കൊന്ന് കാണാലോ എൻ്റെ മോളെ എന്തെങ്ങനെ പറയാം. എനിക്കൊരു ശ്വാസം മുട്ടലുണ്ട് മോളെ കാണാത്തതിൻ്റെ. കൊള്ളാം, എന്തായാലും രണ്ടാൾക്കും കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മോളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സാണെന്ന് എനിക്കറിയാം. എന്നിട്ടേ ഒരുമാതിരി കണ്ണുപൊത്തി കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊന്നും പറയല്ലേ എൻ്റെ വസുന്ധരയെന്ന് മുത്തശ്ശൻ പറഞ്ഞു. താനൊന്ന് വിളിച്ചു പറ, ഞാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, മോളോട് അങ്ങോട്ട് വരാൻ താൻ പറയാൻ പറഞ്ഞു. ഇദ്ദേഹം നാളെ അമ്പലത്തിൽ വരുമെന്ന് ഞാൻ മോളോട് പറയാം എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയാൻ പോവാണോ താന്? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളൊന്നും അല്ല ഞാൻ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി. എൻ്റെ വായിൽ നിന്നേ അബദ്ധം ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് മോളുടെ വിശേഷങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മോൾക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള വിങ്ങൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആദർശ് എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ പൂർത്തിയാക്കി വിജയശ്രീ ലാളിതനായിട്ട് എൻ്റെ മുന്നിൽ വരുമെന്ന് കരുതിയിട്ട് ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോടോ എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുക. എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. എങ്ങനെയെങ്കിലും മോളും ആദർശം ഇവിടെ തിരിച്ചെത്തണമെന്ന എൻ്റെ ആഗ്രഹമെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. അവരില്ലാതെ വിഷു കടന്നുപോയെന്നും ഓണവും കൂടി അങ്ങനെ പോകുന്നത് സങ്കല്പിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഓണത്തിന് മുൻപ് അത്ഭുതങ്ങൾ സംഭവിക്കില്ലേടോ എന്ന് ചോദിച്ചപ്പോൾ സംഭവിക്കണം. ചിങ്ങമാസം ആകുമ്പോൾ 7-ാം മാസം ആകുമെന്ന കാര്യം പറയുക. ആ സമയത്തെ മോളെ ഇവിടുന്ന് വേണം കനകയും ഗോവിന്ദനും കൂടി വിളിച്ചുകൊണ്ട് പോകേണ്ടതെന്ന കാര്യവും പറഞ്ഞു. അല്ലെങ്കിൽ അതെല്ലാവർക്കും ഭയങ്കര വിഷമമായി പോകുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാടോ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം നടക്കാൻ വേണ്ടിയിട്ട്. അതല്ല നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് മുത്തശ്ശൻ ചോദിച്ചു. എന്തായാലും താൻ നാളെ ഞാൻ വരുന്ന വരുമെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചു പറയാമെന്നും പറഞ്ഞു അങ്ങ് പോവുകയാണ് മുത്തശ്ശി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനി അവിടെ എന്തൊക്കെയോ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനിയെ വശീകരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അവന്തിക. ഏത് നേരവും ജോലി തിരക്കിലാണല്ലോ, എന്നിട്ടും പ്രതീക്ഷിച്ച വിജയമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അനിയേട്ടാ. എടി, പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകണമെങ്കിലേ കമ്പനിയുടെ തലപ്പത്ത് കഴിവുള്ളവർ വരണം. അപ്പം അനിയേട്ടനെ കഴിവില്ലെന്നാണോ പറയുന്നത് എന്ന് അവന്തിക അനിയോട് ചോദിക്കുക. ആ സമയത്ത് എടി, ആദർശേട്ടൻ ഇരുന്ന കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അപ്പം അങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ MBA കഴിഞ്ഞ ആളാ, എന്നെയും കൂടെ കൂട്ടിക്കോ. അങ്ങനെയെങ്കിലേ ബിസിനസ് ഞാൻ മെച്ചപ്പെടുത്തി തരാമെന്ന് അവന്തിക. നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമൊന്നും അല്ല ഈ ഫീൽഡ്. MBA ഉള്ള ഒരാൾ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കമ്പനി പെട്ടെന്ന് കരകയറത്തൊന്നുമില്ല, അതിന് എക്സ്പീരിയൻസാണ് വേണ്ടത് എന്ന് അനി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവളിങ്ങനെ നോക്കി നിൽക്കുക. ആദർശേട്ടനും ഈ പറഞ്ഞ MBA കഴിഞ്ഞതാണല്ലോ, എന്നാൽ കുട്ടിക്കാലം മുതലേ ഏട്ടന് ബിസിനസ്സിനോട് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുവെന്നും മുത്തശ്ശനോടും വലിയച്ഛനോടും ഒക്കെ എപ്പോഴും എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ ഞാനിങ്ങനെ കവിതയൊക്കെ എഴുതി അതിലൊന്നും ശ്രദ്ധിക്കാതെ നടന്ന ഒരുത്തനാ. അങ്ങനെയുള്ള എന്നെ പിടിച്ച് ഭാര്യ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലേ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെയും കൂടി ഒന്ന് പരീക്ഷിച്ചുകൂടെയെന്നും. തൽക്കാലം ഞാൻ തന്നെ ഇല്ല മോളെ, നിനക്ക് നമ്മുടെ ജ്വല്ലറിയിൽ ഒരു ജോലി തരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനും പറ്റത്തില്ല. മുത്തശ്ശൻ അതിനുള്ള പെർമിഷൻ എനിക്ക് തരണം. അന്യൻ ഇങ്ങനെ ഏത് നേരവും ജോലിയെന്നും പറഞ്ഞ് നടക്കാതെ കുറച്ചൊക്കെ ഫ്രീ ആയിക്കൂടെ എന്ന് ചോദിച്ചു അവന്തിക. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തൽക്കാലം ഞാൻ ഒന്നിനും ഇല്ല എൻ്റെ മോളെ. അടുത്ത ഓണത്തിന് മുൻപേ കമ്പനിയുടെ നില മെച്ചപ്പെടുത്തണമെന്നാ എൻ്റെ ഒരാഗ്രഹം. അതിന് കഴിഞ്ഞില്ലെങ്കിലേ ആ കസേര ഞാൻ അങ്ങ് വേണ്ടെന്ന് വെക്കും. പുറത്തുനിന്ന് ഒരാൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അതിന് തുനിയാത്തത്. പിന്നെ ജോലി വലിച്ചെറിയരുതെന്ന് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുകയും ചെയ്യും. എങ്കിലും കടിച്ചു തൂങ്ങാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇപ്പോഴത്തെ തോൽവിയൊന്നും അനിയേട്ടൻ കാര്യമാക്കേണ്ടെന്നേ. വൈകാതെ അനിയേട്ടൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അവന്തിക. അങ്ങനെ നടക്കണമെങ്കിലേ ആദർശേട്ടൻ കമ്പനിയിലേക്ക് തിരിച്ചു വരണം. ആദർശേട്ടൻ്റെ സഹായം ഇല്ലാതെ തന്നെ അനിയേട്ടൻ വിജയിക്കും, അല്ലെങ്കിൽ നോക്കിക്കോ എന്നും പറഞ്ഞു. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്നും അവന്തിക പറയുക.
നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതേ നല്ലൊരു ഡിസൈനറെയാണെന്ന് പറഞ്ഞു. അതെന്താ ഇപ്പോഴത്തെ ഡിസൈനർ പോരാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അനിയേട്ടാ, ഇപ്പം നയന കളക്ഷൻസിനേക്കാളും മുകളിലാ മാളവിക കളക്ഷൻസ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ബന്ധവും സ്വന്തവും ഒന്നും നോക്കരുത് എന്ന് അവന്തിക പറഞ്ഞു കൊടുക്കുക. പുറത്തുനിന്ന് നല്ല ഡിസൈനറെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് ഇപ്പോൾ കുറച്ച് അവശതയൊക്കെ ഉണ്ട്. ഡെലിവറി കഴിഞ്ഞാൽ ഏട്ടത്തി ഓക്കെ ആകും എന്ന് മാത്രമല്ല, ഏട്ടത്തിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല എന്നാനി. ഇത് തന്നെയാണ് കുഴപ്പം. കാലത്തിനനുസരിച്ച് ഡിസൈനുകൾ മാറിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിലേ ബിസിനസ് എവിടെ എത്തില്ല കേട്ടോ. മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ടില്ലേ, ബിസിനസ്സിൽ ബന്ധങ്ങൾ പാടില്ല എന്ന്. ഏട്ടത്തിയൊക്കെ സ്നേഹിച്ചോ, അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തോ. പക്ഷേ അവർക്ക് കഴിവ് കുറവാണെന്ന് തോന്നിയാൽ പിന്നെ അവരെ ബിസിനസിന്റെ ഭാഗമാക്കരുത്. അതും പറഞ്ഞ് അവന്തിക അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് അനി ഇങ്ങനെ ആലോചിക്കുക, നമ്മളെന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ആലോചിച്ച് അനി നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവീനും അതുപോലെ വേണുവും കൂടി സംസാരിക്കാം. അപ്പോൾ അതെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം തലവേദന ഒഴിവാക്കി തരാം എന്നും പറഞ്ഞു. അപ്പോൾ നവീൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് മൂർത്തി സാറും കൊച്ചുമോനും കൂടി തന്നാ മതി. അത് പിന്നെ അങ്ങനെ സഹായം തേടി പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് അവന്തിക്ക് ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക. മൂർത്തി സാറല്ലേ തല്ലിയത്, അങ്ങേരെ പോലൊരു കാരണവരെ തല്ലിയതിന് എനിക്ക് ഒരു പരിഭവവും പറയാനില്ല. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് കോടതിയിൽ പറഞ്ഞത് അനിയ. എനിക്കതിൽ ധൃതിയൊന്നും ഇല്ല എന്ന് അനാമിക ഈ ബന്ധം രണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയും ബന്ധുക്കളും എന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാക്കി കൊടുക്കാലോ, അതിനൊരു തടസ്സവും ഇല്ല. ഞാനൊരു പെൺകുട്ടിയല്ലേ സർ, ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അതൊക്കെ നേരത്തെ ഓർക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ചോദിച്ചു നവീനെ. വക്കീൽ സാറേ, സാറ് പറഞ്ഞാൽ അത് മൂർത്തിയും കുടുംബവും കേൾക്കാതിരിക്കത്തില്ല എന്നീ വേണു നേരം പറഞ്ഞു. അതെ, അന്ന് എന്നെ കോടതിയിലിട്ട് വക്കീൽ സാർ കുടഞ്ഞതിന് ശേഷം സാറിനോട് അവർക്കൊക്കെ നല്ല മതിപ്പാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറ് പറഞ്ഞാൽ അവർ ഞങ്ങളെ സഹായിക്കുമെന്നും അറിയാമെന്നും ഈ അനാമിക പറഞ്ഞപ്പം അങ്ങനെ പറയാനൊരു കാരണം വേണ്ടേ എന്ന് ചോദിക്കുക. ഇവരിങ്ങനെ പെട്ട് നിൽക്കുവാണ്. ആ സമയം നമ്മുടെ ചിന്തിക്കുക, ഈ ബന്ധം തിരിയാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് ജഡ്ജിയുടെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയെങ്കിൽ കേസ് നീണ്ടുപോകും. അപ്പം പിന്നെ അത് ഒഴിവാക്കാൻ ഒരു കോംപ്രമൈസ് വേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അവർ ചെയ്തെന്ന് വരും എന്നീ നവീൻ പറഞ്ഞു കൊടുക്കുക. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, വക്കീൽ സാറ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞതേ അവരച്ഛനും മോളും കൂടെ ഓക്കെ പറഞ്ഞു. പിന്നെ സാറേ, അതെ കോടതിയിൽ കേസ് വാദിക്കും, ഒരു മയത്തിലൊക്കെ വാദിക്കണേ. അത് കേട്ടപ്പോൾ നവീൻ ഒന്ന് ചിരിച്ചു. അന്ന് മോളും മനോരോഗിയാണെന്നും പ്രേമരോഗിയാണെന്നും ഒക്കെ പറഞ്ഞ് കോടതിയിൽ ഞങ്ങളെ പൊളിച്ചടിക്കിയതുപോലെ ഇത്തവണ ഞങ്ങളെ പൊളിച്ചടുക്കല്ലേ. അതിനടുത്ത കോടതി കൂടുമ്പോൾ വാദപ്രതിവാദമൊന്നും ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും ജഡ്ജിയുടെ മുന്നിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയണമെന്ന് നവീൻ പറയുക. ആ സമയത്ത് അനിയെ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ജഡ്ജി ആയതുകൊണ്ട് അവർ അനാമികയുടെ കാര്യം പരിഗണിക്കാതിരിക്കില്ല എന്ന കാര്യവും നവീൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അനിയെ അതിൽ നിന്ന് ഊരിയെടുക്കാതിരിക്കാൻ ഇപ്പം ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് നവീൻ അവിടെ നിന്നും പോയി. എന്തായാലും നമുക്ക് നല്ലൊരു തുക കിട്ടാതെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അച്ഛൻ മോളോട് പറയണു. അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം നവീൻ്റെ ഫോണിലേക്ക് കോള് വരുവാണ്. നവീൻ്റെ ഫോണിലേക്ക് കോള് വന്നപ്പം വണ്ടി നിർത്തി നവീൻ അതെടുത്തു. അനിയാണല്ലോ വിളിക്കുന്നത്. അവൻ്റെ ആവശ്യം എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ കാണിച്ച ആത്മാർത്ഥത അവന് തിരിച്ചില്ലല്ലോ എന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. ഹലോ എടാ, അടുത്ത കോടതി കൂടുമ്പോഴേക്കും എൻ്റെ കാര്യം നടക്കുവോടാ? ആ പിശാച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവോടാ എന്ന് ചോദിക്കുകയാണ് അനി. അപ്പോൾ അവൾ ഒഴിഞ്ഞു പോകാൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും എന്ന് പറഞ്ഞു. അന്നേരം എടാ, അവൾ ചിലപ്പോൾ അങ്ങനെ പറയത്തില്ലടാ, അവളുടെ ഭാഗത്തെ തെറ്റുകൾ നിനക്ക് കോടതിയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, അടുത്ത തവണ കോടതിയിൽ നിങ്ങളെ രണ്ടുപേരെയാണ് വിളിപ്പിക്കുന്നത്. അവിടെ കോടതിയുടെ മറ്റു പ്രൊസീജിയർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടാൾക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് നവീൻ പറയാം. പിന്നെ അത് ജഡ്ജി കേൾക്കും, എന്നിട്ട് അവർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്നും പറഞ്ഞു. അപ്പം നവീന് പറയുന്നതായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. എല്ലാം പോസിറ്റീവായിട്ട് വരുമെന്ന് നമുക്ക് കരുതാടാ എന്നും നവീന്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അനി ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അവിടെ പോലീസ് ഞാൻ കൂട്ടി വണ്ടിയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അനി വിളിച്ചു. ഹലോ, ജോലി തിരക്ക് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ കാണാലോ,
നീ ഒരു കാര്യം ചെയ്യേ, നമ്മൾ സാധാരണ കൂടുന്ന ഹോട്ടലുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോരെ എന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ ഇന്ന് ഡിന്നർ ഒരുമിച്ചാലേന്ന് ചോദിച്ചപ്പം എൻ്റെ വക ഡിന്നറൊന്നുമല്ല, നവീനേട്ടൻ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അത് കേട്ടപ്പോഴേക്കും അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു പാർട്ടി? അത് തന്നെ പെട്ടെന്നൊന്നുമല്ല, 2-3 ദിവസം മുൻപേ നവീനേട്ടൻ എന്നോട് പറഞ്ഞതായിരുന്നു. ഞങ്ങളിപ്പോൾ പരസ്പരം സഹായം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. കോടതിയിൽ ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യമാണെങ്കിൽ നവീനേട്ടൻ ആ കേസിൻ്റെ വിധി അനുകൂലമാക്കി തന്നിരിക്കും. അപ്പം എനിക്കത് കേട്ടിട്ട് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെയാട്ടോ കാര്യങ്ങൾ തിരിച്ചും. നവീനേട്ടൻ ന്യായമായിട്ടുള്ളൊരു ആവശ്യം പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു കൊടുക്കും എന്ന് നന്ദുവും പറഞ്ഞു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ എന്ന് നന്ദു പറയാം. അതിൻ്റെ നന്ദി എന്ന് വേണം നവീനായിട്ട് നിന്നൊരു ഡിന്നർ ഓഫർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്നിട്ട് നീ അതെന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, നവീനും പറഞ്ഞില്ലല്ലോ, അവനോട് ഞാൻ ഇപ്പോൾ സംസാരിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം നിനക്ക് തിരക്കായതുകൊണ്ടായിരിക്കും നവീനേട്ടൻ അതിനെപ്പറ്റി പറയാതിരുന്നത്. നീ എന്തായാലും വൈകുന്നേരം അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. ഞാനില്ലാടി, നിങ്ങൾ കൂടിക്കോളാൻ പറഞ്ഞു. അതെന്താടാ നിനക്ക് പെട്ടെന്നൊരു നിരാശ പോലെ? എന്തു പറ്റി? എനിക്ക് നിരാശയും കാര്യങ്ങളൊന്നുമില്ല. നീയുമായിട്ട് തനിച്ച് കുറച്ച് സമയം ഇരിക്കണം എന്നുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അവൻ എന്നിൽ നിന്ന് എൻ്റെ പെണ്ണിനെ കൊത്തിയെടുക്കാനുള്ള പുറപ്പാടിലാണല്ലേ എന്ന് മനസ്സിലും അനി ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ മുത്തശ്ശ റെഡിയായി വന്നു. മുത്തശ്ശി ഓടി വന്നു. എത്ര പെട്ടെന്ന് റെഡിയായി എന്നും ചോദിച്ചു. അപ്പോൾ താൻ വിളിച്ച് പറഞ്ഞോ ഞാൻ വരുമെന്ന്? അപ്പം അത് പിന്നെ ഞാൻ പറയാതിരിക്കോ? മുത്തശ്ശനെ കാണണമെങ്കിൽ അമ്പലത്തിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമയവും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും മുത്തശ്ശി പറയാ. മോള് വരുമല്ലോ അല്ലേ? ഇദ്ദേഹത്തെ കാണാൻ കൊതിച്ചിരിക്കല്ലേ ഇവിടെ, പിന്നെ വരാതിരിക്കോ? അപ്പം മുത്തശ്ശനൊരു ചിരി. അപ്പോൾ അതേ മുത്തശ്ശിയുടെ മുഖത്ത് പെട്ടെന്നൊരു സങ്കടം. നയനമോള് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ആദർശിനെ ഓരോ ദിവസം കണ്ടില്ലെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആദർശ് മാറി നിൽക്കുന്നതേ അവൾക്ക് സഹിക്കാം. എന്നാൽ നയനമോളെ കാണാൻ പറ്റാത്തതാണ് അവളെ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ദേവയാനിയുടെ കാര്യങ്ങൾ മുത്തശ്ശനോട് പറയാം. എല്ലാവർക്കും ഞാനൊരു ദുഷ്ടനായി മാറിയല്ലേ എന്ന് ചോദിച്ചു. പല വീടുകളെയും പോലെ അല്ലല്ലോ നമ്മുടെ ഈ വീട്. ഈ വീടിനൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടല്ലോ. തറവാട്ട് കാരണവന്മാർ ധിക്കരിച്ചിട്ടുള്ളൊരു ശീലം ഈ വീട്ടിലുള്ളവർക്കില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണെന്ന് മുത്തശ്ശനോട് പറയുക. അല്ലെങ്കിൽ ജയനും ദേവ്യാനിയും ഒക്കെ നമ്മുടെ വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അതോടുകൂടി അവരുടെ ദേഷ്യമൊക്കെ താനെ മാറിക്കോളും എന്ന കാര്യം മുത്തശ്ശൻ പറയാം. ആദർശനും നയനമോൾക്കും ആ സമയത്ത് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല എന്നും പറഞ്ഞു. അല്ലെങ്കിലും അവർക്കാർക്കും ഇദ്ദേഹത്തിനോട് ഒരു ദേഷ്യവും ഇല്ല. അതുകൊണ്ടല്ലേ മുത്തശ്ശനെ കാണണം എന്നിടയ്ക്ക് പറയുന്നതെന്ന് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് പേരക്കുട്ടികൾ തറവാട്ടിലെ കാരണവന്മാരെ ഒന്നും മാനിക്കാറില്ല. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടേ നമുക്ക് പോകാൻ കഴിയുന്നത് നമ്മുടെ മഹാഭാഗ്യമായിട്ട് കരുതിയാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും കൂടെ സംസാരിച്ച് മുത്തശ്ശൻ പോകാൻ ഇറങ്ങും. അതേ പോകുമ്പോഴേ ഞാൻ 1-2 പൂജകളൊക്കെ പറഞ്ഞായിരുന്നല്ലോ മോളുടെ ആദർശിൻ്റെയും പേരിൽ കഴിപ്പിക്കാനുള്ളത്, അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യൂലോടോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോവുക. പിന്നെ അമ്പലത്തിൽ നയന ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ഭഗവാനെ, എൻ്റെ മനസ്സിൽ മുത്തശ്ശനെക്കുറിച്ച് തോന്നിയ ഒരു സംശയം അത് 100% സത്യമായിരിക്കണേ എന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനുമായിട്ട് സംസാരിക്കാം. അപ്പോൾ അതേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ സാറിന് മൂത്ത കൊച്ചുമോനുമായിട്ടുള്ള പിണക്കമൊക്കെ മാറിയോ സാറേ എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ഇണങ്ങാൻ പറ്റുന്നൊരു പിണക്കമല്ല, അതുകൊണ്ട് അവരിപ്പോഴും പുറത്ത് തന്നെയാണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ പൊന്ന് സാറേ, വേണ്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനായിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അവനെ പുറത്താക്കിയതെന്നായിരിക്കും ചോദിക്കാൻ വരുന്നത്. ആ ഒരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം എൻ്റെ മനസ്സിലുണ്ട്. അത് മറ്റുള്ളവരോട് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരിടോ എന്ന് പറഞ്ഞ് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയി. ആ ചേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് മുത്തശ്ശനെ തന്നെ നോക്കി നിൽക്കുക. അതിനുശേഷം അകത്തേക്ക് ചെന്ന് പൂജാരിയെ കണ്ടു. അദ്ദേഹത്തിനോട് നയനയുടെ കാര്യം ചോദിച്ചു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ക്ഷേത്രത്തിൻ്റെ പരിസരത്തും എല്ലാം കാണുമായിരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം. മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അപ്പോഴത്തേക്കും തീർത്ഥമൊക്കെ കൊടുത്തു, ചന്ദനമൊക്കെ കൊടുത്തു. അതൊക്കെ വാങ്ങിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശൻ പ്രാർത്ഥിച്ചിങ്ങ് തിരിയുമ്പം നയന വലം വെച്ചിട്ട് വരിക. നയന വലം വെച്ച് വരുമ്പോൾ മുത്തശ്ശനെ കണ്ടു, മുത്തശ്ശൻ നയനയെയും കണ്ടു. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ നോക്കുക കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ മോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നോക്കുന്നു. അതുപോലെ തന്നെ നയനയാണെങ്കിലും മുത്തശ്ശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക.
ഈ സമയത്ത് മുത്തശ്ശന് ഭയങ്കര ദേഷ്യമൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ. മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നയനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നയനെ ആരാ മോള് പെട്ടെന്ന് അവിടെ നടന്നു വന്നപ്പോഴത്തേക്കും തട്ടി വീഴാൻ പോകുന്നത് പോലെ വീണു നയന. അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഓടിച്ചെന്ന് പിടിച്ചു. പെട്ടെന്ന് മുത്തശ്ശൻ തൊട്ടരികിലുണ്ട്. നയന ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ മയങ്ങി അങ്ങ് പോവുക. പിന്നെ പെട്ടെന്ന് മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നയന മയക്കത്തിലാണ്, കാവലിരിക്കുകയാണ് മുത്തശ്ശൻ നയനയ്ക്ക്. അങ്ങനെ നയന പെട്ടെന്ന് പതുക്കെ കണ്ണ് തുറന്നു. അപ്പം ഞാനിപ്പോൾ എവിടെയാ എന്നിങ്ങനെ ചോദിക്കട്ടെ, ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലാണ് നമ്മുടെ മുത്തശ്ശൻ. എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് ശരീരമൊക്കെ തളർന്നു പോയി എന്ന് നയന പറയുകയാണ്. മുത്തശ്ശനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അല്ലാതെ ആ സമയത്ത് നുണ പറയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് നയന ചോദിക്കുമ്പോൾ മുത്തശ്ശനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കാൻ മിണ്ടുന്നില്ല കേട്ടോ. എനിക്ക് കാര്യം മനസ്സിലായി. ഉള്ളിൽ നിറയെ സ്നേഹം വെച്ചിട്ട് പുറമെ വെറുപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ മുത്തശ്ശൻ എന്ന് നയന ചോദിക്കുമ്പം ആർക്ക് സ്നേഹം? അങ്ങനെ സ്നേഹമൊന്നുമില്ല. പിന്നെ ഒരാൾക്ക് അവശത ഉണ്ടാകുമ്പം ആരായാലും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുവരില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഇവിടെ എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് നീ, ആ ഒരു പരിഗണന ഞാൻ നിന്നോട് കാണിക്കും എന്ന് വെച്ച് അവനോടൊപ്പം വീട് വിട്ടിറങ്ങിപ്പോയ അനന്തപുരിയിലെ മരുമകളോട് എനിക്ക് വല്ല അലിവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്തിനാ ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നതെന്ന് മുത്തശ്ശൻ അറിയുമെന്ന് ചോദിക്കുമ്പം അതൊന്നും തിരക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. എങ്കിലും പറയേണ്ടത് ഞാൻ പറയണമല്ലോ. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമെന്നുള്ളത് എനിക്ക് അറിയാമെന്ന് നയന പറയാം. അവിടെ വരുമ്പോൾ ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എന്ന് നയന പറയുമ്പോൾ വസുന്ധര ചിലപ്പോൾ പറഞ്ഞു കാണും ഞാൻ അവിടെ വരുന്നുണ്ടെന്നല്ലേ എന്ന് മുത്തശ്ശൻ. അയാളുടെ ഒരു കാര്യം, നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുക. പരമാവധി ആദർശിനെ വേണ്ട ഭാര്യയുടെ മുഖം കാണരുതെന്നാണ് ഞാൻ വസുന്ധരയോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം അത്രയ്ക്ക് വെറുപ്പുണ്ടോ ഞങ്ങളോട് എന്ന് നയന ചോദിക്കുമ്പം എനിക്ക് വെറുപ്പൊന്നുമില്ല, ഉള്ളിൽ നല്ല അമർഷമുണ്ട്, അത് മാറാൻ സമയമെടുക്കും എന്ന് മുത്തശ്ശൻ നയനയോട് പറയാട്ടോ. ഞാൻ എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ വരും, അതുവരെ ഇവിടെ ഇരിക്കാം എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. പിന്നെ ആദർശ് ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MD അല്ല, പിന്നെ എവിടേക്കാണ് അവൻ തിരക്കിട്ട് ഓടുന്നത്? ഭാര്യയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ വരാൻ എന്താണ് സമയമില്ല എന്ന് ചോദിച്ചു. ഞാൻ ആദർശനോട് പറഞ്ഞില്ല ക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യം, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ. മുത്തശ്ശനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ വീട് വിട്ടു പോകുന്നത്, പിന്നെ എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് ആരുടെ മുന്നിലും വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അതുകൊണ്ട് വെറുതെ ഓരോന്ന് കുത്തി ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നും പറഞ്ഞു. എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ നോർമലാ. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം പറഞ്ഞപ്പം അതിൽ മുത്തശ്ശന് സന്തോഷം ഉണ്ടല്ലേ എന്ന് നയന ചോദിച്ചു. ആ സമയത്ത് കൊച്ചുമോൻ്റെ ഭാര്യയും കുഞ്ഞും അപകടത്തിലേക്ക് പോകണമെന്ന് ഓരോ മുത്തശ്ശന്മാരും ആഗ്രഹിക്കില്ലല്ലോ എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയാട്ടോ. മനുഷ്യത്വം ഉണ്ട് എനിക്ക്, പക്ഷേ മനസാക്ഷി ഇല്ലാത്തവരോട് അതിനപ്പുറം ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശൻ വീണ്ടും അവിടെ അങ്ങനെ ഇരിക്കുക. കലി കയറി സൈഡിലേക്ക് നോക്കി. ആ സമയത്ത് മുത്തശ്ശ, ഈ കള്ളക്കളിക്ക് ഞാൻ അറുതി വരുത്തും, ഇതിന് ഞാനൊരു അവസാനം ഉടനെ കാണുമെന്ന് നയന മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നു. മുത്തശ്ശൻ ഇങ്ങനെ തൊട്ടരികിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.